ഏത് പെരുങ്കള്ളനാണെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്പം ജാള്യം തോന്നും, ലേശം ലജ്ജ, ഉളുപ്പ്. അവരെ ഈ പോലീസിന്റെ ജീപ്പിലോട്ട് കയറ്റുമ്പോഴേ പുറകിലാണല്ലോ ഇരുത്തുക. അപ്പം തലകുനിച്ചേ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ കയ്യിലൊരു ചെറിയ തുണിക്കഷ്ണം ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ കൈപ്പത്തി കൊണ്ടോ മുഖം മറച്ച് അയാള് നടക്കും. പക്ഷേ ഇത്തരത്തിലുള്ള മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളൊന്നും BJPക്കോ BJPയുടെ സർക്കാരിനോ ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ പറഞ്ഞത് BJP വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ടുകൾ പരിഷ്കരിച്ച രീതിയിൽ വീണ്ടും കൊണ്ടുവരും അല്ലെങ്കിൽ നടപ്പാക്കും എന്നാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമ നിഷേധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ എടുത്ത് ചവറ്റുകൊട്ടിയിൽ എറിഞ്ഞതാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഭവത്തെ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്, സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതൊരു മഹാകൊള്ളയായിരുന്നു എന്നുള്ളതാണ്. നിയമപരമായ ഒരു കൊള്ള, അല്ലെങ്കിൽ കൊള്ള നിയമവിധേയമാക്കിയ ഒരു സംഗതിയായിരുന്നു അതെന്ന് നമ്മൾ സുപ്രീം കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇപ്പോ നമ്മുടെ ധനമന്ത്രി പറയുന്നു തിരികെ കൊണ്ടുവരുമെന്ന്. അത് പരിഷ്കരിച്ച രീതിയിലാണ് അത്രേ. അതായത് കൊള്ള നടത്തുന്ന മോഡസ് ഓപ്പറാൻഡി, അതിന്റെ രീതി ഒന്ന് പരിഷ്കരിച്ച് ഞങ്ങൾ കൊള്ള തുടരും എന്നാണ് ധനമന്ത്രി പറയുന്നത്. വാസ്തവത്തിൽ നിർമ്മല സീതാരാമൻ ചെയ്യുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ വോട്ട് ചോദിക്കുകയാണ്. ഇവരുടെ ധൈര്യത്തെ അല്ലെങ്കിൽ തൊലിക്കെട്ടിയെ നമിക്കുക തന്നെ വേണം. സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ BJPയും BJP സർക്കാരും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഏതാണ്ട് തുണി ഉരിഞ്ഞ അവസ്ഥയിലാണ് അവരുടെ നിൽപ്പ്. അഴിമതിരഹിതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അഴിമതിയുടെ ആഴത്തിലുള്ള ചുളിക്കുണ്ടിലാണ് BJP അവരുടെ സർക്കാർ പതിച്ചിരിക്കുന്നത്. അപ്പോഴാണ് BJP പറയുന്നത്, അല്ലെങ്കിൽ BJPയുടെ ധനമന്ത്രി പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങളെ വിജയിപ്പിക്കൂ, വീണ്ടും അധികാരത്തിലേറ്റു, ഞങ്ങൾ ഈ അഴിമതി വീണ്ടും നടപ്പാക്കാം, ഞങ്ങൾ വീണ്ടും ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവരാം. എന്തുകൊണ്ടാണിത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അവസ്ഥയാകട്ടെ. നമ്മളെ ഒരു തുള്ളി വിയർപ്പ് പോലും ചിന്താതെ, ഒട്ടും അധ്വാനിക്കാതെ ശതകോടികൾ നമ്മുടെ ഫണ്ടിലേക്ക്, പാർട്ടിയുടെ ഖജനാവിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത് കാണുമ്പോൾ അത് സുപ്രീം കോടതി പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് തോന്നുകയില്ല. അതാണ് ഈ ധനത്തോടുള്ള ആർത്തിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് പിടിക്കപ്പെടുമ്പോഴത്തെ ആ ലജ്ജ അല്ലെങ്കിൽ ജാള്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജനങ്ങൾ ഇതൊക്കെ കാണുന്നു എന്നൊരു കുറ്റബോധമോ തോന്നലോ നമ്മെ വേട്ടയാടില്ല. നിർമ്മലാജി വീണ്ടും പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കള്ളപ്പണം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ സുതാര്യത കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഇലക്ട്രൽ ഫണ്ട് വഴി കൊടുക്കുന്ന പണത്തിന് 100% ടാക്സ് എക്സംഷൻ ഉണ്ട്, അല്ലെങ്കിൽ നികുതി കൊടുക്കണ്ട. അതുപോലെ തന്നെ ഇത് ഏത് കമ്പനിയാണ് കൊടുത്തത്, ഏത് പാർട്ടിയാണ് വാങ്ങിയത്, എത്ര പണമാണ് ബോണ്ട് വഴി സമാഹരിച്ചത് എന്നൊന്നും കൊടുത്ത കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വാങ്ങിയ പാർട്ടികളോ വെളിപ്പെടുത്തേണ്ടതില്ല. പിന്നെ എവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ സുതാര്യത ഉള്ളത്? വാസ്തവത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത്? കോർപ്പറേറ്റ് കമ്പനികളുടെ കൈവശമുള്ള കള്ളപ്പണം കൈക്കൂലിയായി വാങ്ങാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സുവർണാവസരം ലഭ്യമാവുകയാണ് ഇതുവഴി നടക്കുന്നത്. പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമെന്നാണ് ഇതേപ്പറ്റി നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. പക്ഷേ സാർ, ഇവിടെ പുകയുമില്ല, മറയുമില്ല. ഈ ബോണ്ടിന്റെ പേരിൽ എന്തൊക്കെ തട്ടിപ്പുകളാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ പകൽ വെളിച്ചത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 തരത്തിലാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ റെയ്ഡ്, അതായത് IT അല്ലെങ്കിൽ ED അല്ലെങ്കിൽ CBI എന്നിവരെ ഉപയോഗിച്ചുള്ള റെയ്ഡ്, അതാണ് ഒരു പ്രധാന കഥാപാത്രം. രണ്ടാമത്തേത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന കരാറുകൾ, കോൺട്രാക്റ്റുകൾ. ഈ 4 തരം എന്ന് പറഞ്ഞത്, ഒന്ന് പ്രീപെയ്ഡ് ആണ്. അതായത് നമ്മൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ
പാർട്ടിയുടെ ഫണ്ടിലേക്ക് സംഭാവന ഇലക്ട്രൽ ബോണ്ട് വഴി നൽകുന്നു. ഒരു 3 മാസത്തിനകം കേന്ദ്ര സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നോ ഈ കമ്പനികൾക്ക് സർക്കാരിന്റെ കോൺട്രാക്റ്റുകളും അല്ലെങ്കിൽ പ്രൊജക്റ്റുകളും ലഭിക്കുന്നു. മറ്റൊന്ന് പോസ്റ്റ് പെയ്ഡ് ആണ്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് കരാറുകൾ ലഭിക്കുന്നു അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ കിട്ടുന്നു. പിന്നീട് നമ്മൾ അതിന്റെ തോതനുസരിച്ചിട്ട് BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം നൽകുന്നു. മൂന്നാമത്തേത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടതാണ്. സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവരെ ഒന്നുകിൽ റെയ്ഡിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താം, ചിലരെയൊക്കെ വിട്ട് സംസാരിപ്പിച്ചാൽ മതി, പേടിച്ചിട്ട് അവര് പണം നൽകും. അല്ലെങ്കിൽ റെയ്ഡ് നടത്തിയതിനു ശേഷം ഈ കമ്പനികളിൽ നിന്ന് വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കുകയും അവരുടെ പേരിലുള്ള കേസുകൾ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. നാലാമത്തേതെന്ന് പറയുന്നത് ഷെൽ കമ്പനികളാണ്, അതായത് കടലാസ് കമ്പനികൾ. അവരുടെ പേരിൽ കള്ളപ്പണം ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന രീതി, ഇത് ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിച്ചിരുന്നത് BJP ആണ്. BJPക്ക് മാത്രമേ സാധിക്കൂ, കാരണം അവരാണ് അധികാരത്തിലുള്ളത്, അവർക്കാണ് കരാറുകൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ നൽകാൻ സാധിക്കുക, അവർക്കാണ് EDIയോ ITIയോ അല്ലെങ്കിൽ CBI ഉപയോഗിച്ച് കോർപ്പറേറ്റ് കമ്പനികളെ ഭീഷണിപ്പെടുത്തുവാൻ സാധിക്കുക. ഈ തരത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള കൊള്ള ഇന്ത്യയിൽ നടന്നിരുന്നത്. ബോണ്ട് വഴിയുള്ള കൊള്ളയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ 4 ലക്ഷം കോടി രൂപ BJP കൊള്ളയടിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ രേഖകൾ പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് വസ്തുതാ വിശകലനം നടത്തിയതിനു ശേഷമാണ് കണക്കുകളുടെ പിൻബലത്തോടെ രേഖകളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ത്യയിലെ 38 കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് 3.8 ലക്ഷം കോടി രൂപയുടെ സർക്കാർ പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ കരാറുകളും 179 കരാറുകളിലായിട്ട് ലഭിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഈ കമ്പനികളുടെ പേര് കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടില്ല. 551 കോടി രൂപയുടെ ബോണ്ടുകൾ എടുത്ത കമ്പനികൾക്ക് 1.32 ലക്ഷം കോടി രൂപയുടെ സർക്കാർ കരാറുകൾ ലഭിച്ചു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത് ഈ ബോണ്ടുകൾ നൽകിയതിന് ശേഷം 3 മാസത്തിനകം തന്നെ ഇവർക്ക് ഈ കരാറുകൾ ലഭ്യമാവുകയുണ്ടായി. ബാക്കിയുള്ള തുക കരാറുകൾ ലഭിച്ചതിന് ശേഷം പോസ്റ്റ് പെയ്ഡ് ആയിട്ട് ബോണ്ടുകൾ നൽകിയ കമ്പനികൾക്കാണ് ലഭിച്ചത്. 41 കമ്പനികളിലായിട്ട് 56 തവണ റെയ്ഡുകൾ നടന്നു. അത് EDയുടേതുണ്ട്, CBI വകയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ഉണ്ട്. അവര് ഈ റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് 2592 കോടി രൂപയുടെ ബോണ്ടുകൾ BJPക്ക് വേണ്ടി എടുത്തു എന്ന് കോൺഗ്രസ് പറയുന്നു. ഇതിൽ 1852 കോടി രൂപ റെയ്ഡുകൾക്ക് ശേഷമാണ് നടന്നത്, പോസ്റ്റ് പെയ്ഡാ അല്ലെ പോസ്റ്റ് റെയ്ഡാ. ബാക്കി തുക റെയ്ഡുകൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ മുൻകൂട്ടി അറിയിച്ചിട്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വസൂലാക്കിയതാണ്. AICC ജനറൽ സെക്രട്ടറിമാരായ ജയറാം രമേശും അതുപോലെ പ്രിയങ്ക ഗാന്ധിയുമാണ് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ കണക്കുകൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നത്. ഈ കണക്കുകൾ ശരിയല്ല എന്നുണ്ടോ? കോൺഗ്രസ് വ്യാജ പ്രചരണം നടത്തുകയാണ് എന്ന് ഗവൺമെന്റ് കരുതുന്നുണ്ടോ? BJP കരുതുന്നുണ്ടോ? എങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? കോൺഗ്രസിനെതിരെ കേസ് നൽകി അല്ലെങ്കിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറാവട്ടെ. ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം ഇല്ലാതാക്കുകയും അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത പാർട്ടിയാണ്, ഗവൺമെന്റാണ്. ഇപ്പോൾ ഈ ബോണ്ടുകളെ കുറിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്ന അതിഗൗരവമായ ആരോപണങ്ങൾ തെറ്റാണെന്ന് BJPക്ക് ഉണ്ടെങ്കിൽ കോൺഗ്രസിനെതിരെ നടപടി എടുക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടില്ലേ എന്നാണ് അമിത് ഷാ ചോദിക്കുന്നത്. ശരിയാണ്, കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് തൃണമൂലാണ്. BJPയേക്കാൾ വളരെ പിന്നിലാണ്. 3ാം സ്ഥാനത്ത് കോൺഗ്രസ് DMK വാങ്ങിയിട്ടുണ്ട്. CPM വാങ്ങിയിട്ടില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചില തെളിവുകളും കണക്കുകളുമായി പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തുകയും CPM-ഉം ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ കക്ഷിയാവാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ഇവരൊക്കെ വാങ്ങിയിട്ടുണ്ട്.
കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവന രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവരിൽ നിന്ന് പണം സ്വീകരിക്കാനുള്ള ഏക മാർഗം ഈ ഇലക്ട്രൽ ബോണ്ടുകളാണെന്ന് വരികയാണെങ്കിൽ മറ്റു പാർട്ടികൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? മറ്റേതെങ്കിലും തരത്തിൽ സംഭാവന സ്വീകരിക്കുകയാണെങ്കിൽ അവര് നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളികളായിട്ട് മാറും എന്നതാണ് നിയമവ്യവസ്ഥയെങ്കിൽ കോൺഗ്രസിനോ കോൺഗ്രസിനോ അല്ലെങ്കിൽ പിന്നെ DMKക്കോ മറ്റു പാർട്ടികൾക്കോ മാറി നിൽക്കാൻ സാധിക്കുമോ? മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വൻ തോതിലെ തുക പണം ചെലവഴിക്കപ്പെടുന്നതിനെ കുറിച്ച് വലിയ ആശങ്കകളുണ്ട്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊരു പ്രതിവിധിയായിട്ട് പറയുന്നത് സ്റ്റേറ്റ് ഫണ്ടിങ്ങാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗവൺമെന്റ് തന്നെ പണം അനുവദിക്കുക അവരുടെ കഴിവും ശേഷിയും അനുസരിച്ച്. അപ്പൊ അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു വ്യവസ്ഥ വരികയാണെങ്കിൽ ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും അത് സ്വീകരിക്കൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. അപ്പോ കോൺഗ്രസും DMKയും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസും ബോണ്ട് വഴി പണം സ്വീകരിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന വസ്തുത ഒരിക്കലും ഇതുവഴി BJP നടത്തിയ വൻതോതിലുള്ള കൊള്ളയ്ക്കുള്ള ന്യായീകരണം ആവുന്നില്ല. ഇപ്പോൾ നമ്മുടെ നിർമ്മലാജി വീണ്ടും ബോണ്ടുകൾ കൊണ്ടുവരാൻ ആലോചിക്കുകയാണ്. അതേപ്പറ്റിയാണ് രാജ്യത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ അതേപ്പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് മാഡത്തിന്റെ വീട്ടിൽ ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാക്കും. മാഡത്തിന്റെ ഭർത്താവായ പ്രകാല പ്രഭാകർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് ലോകം കണ്ട, ഇന്ത്യയിലെ അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകളെന്ന്. ആദ്യം ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഇത് ശരിയാണ്, ഇതാണ് ശരിയായ മാർഗം എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടട്ടെ. എന്നിട്ട് ഇന്ത്യയിൽ വീണ്ടും ഇത് കൊണ്ടുവരുന്നതിനെ പറ്റി സുപ്രീം കോടതിയുടെ വിധി മറികടന്നുകൊണ്ട് ഇത് വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇക്കാര്യത്തിലൊക്കെയുള്ള BJPയുടെ ധൈര്യത്തെ അല്ലെങ്കിൽ തൊലിക്കെട്ടിയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJPക്ക് അവരുടെ സർക്കാരിന് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഇനിയും അധികാരം ലഭിക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.